മകീര്യൻ, തിരുവാതിര, പുണർദ നക്ഷത്രക്കാര് ഇത്രയും പേരുടേത് ഈ വർഷം കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട വർഷമായിട്ടാണ് കാണുന്നത്. റോഡില് ഹൈവേയില് വളവുണ്ട് അല്ലെങ്കിൽ ഗട്ടറുണ്ടെങ്കിൽ ഒരു ബോർഡ് സ്ഥാപിക്കുന്നത് ഒരു സൂചനയാണ്. ഒന്ന് ശ്രദ്ധിച്ചു അന്ന് പറഞ്ഞിട്ട് ആരും അതിൽ കൂടെ പോവാതിരിക്കുന്നില്ല. ഓരോ മിനിറ്റിൽ ജനിക്കുന്ന വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമാണ്. ഒരു കോമൺ ഫലത്തെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി പറയാൻ സാധിക്കുക. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇത്രയും നക്ഷത്രക്കാരുടേത് ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്ന വർഷമാണെന്നാണ് പറയേണ്ടത്. ടീച്ചറെ, വിഷുബലത്തിന്റെ ബാക്കിയുള്ള നക്ഷത്രങ്ങളിലേക്ക് കിടക്കാം, ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും. നമ്മൾ അശ്വതി മുതൽക്കുള്ള 4 നക്ഷത്രക്കാരുടെ പറഞ്ഞു. ഇനി മകീര്യൻ, തിരുവാതിര, പുണർദ നക്ഷത്രക്കാര് ഇത്രയും പേരുടേത് ഈ വർഷം കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട വർഷമായിട്ടാണ് കാണുന്നത്. അവർക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും രോഗപ്രശ്നങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങൾ, അതുപോലെ മരുന്ന് കഴിക്കുക. അതിനെ കുറച്ച് ഗൗരവത്തോടെ, അത് സിമ്പിളായിട്ട് കാണണ്ട, കുറച്ചധികം ഗൗരവത്തോടെ തന്നെ കാണുകയായിരിക്കും നല്ലത്. കൂടാതെ തന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അതേപോലെ സ്വർണ്ണാഭരണങ്ങൾ, പണമടങ്ങിയ പേഴ്സുകൾ, ഇതൊക്കെ കുറച്ചും കൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. തസ്കര ഭയത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, നാൽക്കാലികളിൽ നിന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പക്ഷികളിൽ നിന്ന് നമുക്ക് കൃത്യമാക്കിയിട്ടില്ലെങ്കിലും വവ്വാലിൽ നിന്നാണ് നിപ്പ വരുന്നത്. ഇത്തരത്തിലുള്ളത് പക്ഷികളിൽ നിന്ന് വരാം. അതുപോലെ ചില സമയത്ത് കോഴികളിൽ നിന്ന്, നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ഒക്കെയുള്ള അസ്വസ്ഥതകൾ, രോഗങ്ങളായിക്കോട്ടെ, മറ്റുള്ള അസ്വസ്ഥതകളായിക്കോട്ടെ. അതുപോലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പശുക്കളെയൊക്കെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, കോഴികളാണെന്നുണ്ടെങ്കിലും അതുപോലെയല്ല. അപ്പോൾ അതിൽ നഷ്ടം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ കുറച്ച് അധികമുണ്ട്. പിന്നെ പറയാനുള്ളത് രക്തദോഷം മൂലം ഉള്ള രോഗങ്ങൾ. രക്തദോഷം മൂലം എന്ന് പറയുമ്പോൾ ഷുഗർ, പ്രഷർ തുടങ്ങിയിട്ടുള്ളവ, കൊളസ്ട്രോള്, ഇത് മാത്രമല്ല നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുന്ന, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കാറുണ്ട് ചില രോഗങ്ങൾ കണ്ടെത്താനായിട്ട്. അത്തരത്തിലുള്ള ഏത് രോഗത്തിൻ്റെയും സാധ്യത കൂടുതലുള്ളതാണ് ഈ വർഷം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി അവരുടെ ശ്രദ്ധ വേണ്ടുന്ന ഒരു വർഷമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ വേണ്ടുന്ന വർഷമാണ് ഈ വർഷത്തെ ഒരു വിഷസംക്രമം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. കുറച്ച് ജാഗരൂകരായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട പരിഹാരങ്ങളും ചെയ്യുക. ഈ നക്ഷത്രക്കാർക്ക് ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ച് വിഭാഗം ആൾക്കാർ എന്താ പറയുക, ഒരു ഭയപ്പെടുത്തൽ എന്നൊരു ഒരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭയപ്പെടുത്തലുകളല്ല, എന്താ പറയുക, അവർക്കൊരു അലേർട്ട്, അവർ ഈ വർഷം എന്താണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നൊരു അലേർട്ടാണ് കൊടുത്തേക്കുന്നത്. അതിലുപരി അവർക്ക് നല്ലൊരു കാലമാണ് വരുന്നത്. അതെ, റോഡില് ഹൈവേയില് വളവുണ്ട് അല്ലെങ്കിൽ ഗട്ടറുണ്ടെങ്കിൽ ഒരു ബോർഡ് സ്ഥാപിക്കുന്നത് ഒരു സൂചനയാണ്. ഒന്ന് ശ്രദ്ധിച്ചു അന്ന് പറഞ്ഞിട്ട് ആരും അതിൽ കൂടെ പോവാതിരിക്കുന്നില്ല, ആരും അതിനെ ഭയപ്പെടുന്നുമില്ല. ആ സൂചനാ ബോർഡിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ. അത് തന്നെയാണ് ഈ ജ്യോതിശാസ്ത്രവും ചെയ്യുന്നത്. നല്ലതോ വരാനിരിക്കുന്നതിന് എങ്ങനെയാണ്, കണ്ണും പൂട്ടി പോകാൻ ചില ആളുകൾക്ക് ഒന്നും വരില്ല. അവരെങ്ങനെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് ആയിട്ട് തന്നെ മാറും ചിലരെ സംബന്ധിച്ച്. അതേസമയം ചിലരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളത്, ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇത്തരം സൂചനകളെ കൃത്യമായിട്ട് പിന്തുടരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിനെ കുറെ കൂടി സക്സസ് ആക്കാൻ, അതേപോലെ തന്നെ ബുദ്ധിമുട്ട് വരും എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന ആളുകൾക്ക് കുറേയും കൂടി ശ്രദ്ധയോടെ പോയിട്ട് വലിയതായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളെ വളരെ നേരിയതായിട്ട് ഒന്ന് വീണു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചിരുന്നു, ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്കണം എന്ന് സ്ഥിരമായിട്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കുക, ആയോ മതിയോ, ഞാൻ ഓടാൻ വരട്ടെ, നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ് ശരിക്കും ജീവൻ പോവേണ്ടതാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി ചെറിയൊരു ഉളുക്കിൽ ആ കാര്യം ഒതുങ്ങിക്കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. വീണല്ലോ, ഉളുക്കിയല്ലോ, ഒടിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിക്കാം. അതേസമയം അതിൻ്റെ സാധ്യത, എത്ര വലിയ അപകട സാധ്യതയിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വലിയതായിട്ട് വരുന്ന ആപത്തിനെ ചെറുതാക്കി മാറ്റാനും അതേപോലെ സക്സസിൻ്റെ ലെവല് വളരെയധികം വർദ്ധിപ്പിക്കുവാനും ഈ ജ്യോതിശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇവയൊക്കെ കാണേണ്ടത് എന്നുള്ളതാണ്. സന്തോഷം, നല്ലൊരു വിവരണമാണ്. കാരണം ഈ പറയുന്ന സൂചന എന്ന് പറയുന്നത്
ജ്യോതിഷശാസ്ത്രപ്രകാരം കഴിവുള്ള ജ്യോതിഷന്മാരോ ജ്യോതിഷകളോ കൊടുക്കുന്നതാണ്. ഈ പറയുന്ന നക്ഷത്രങ്ങളല്ലാതെ ബാക്കിയുള്ള നക്ഷത്രങ്ങളിലേക്ക് വരുന്ന ഭാവി അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ എന്തായിരിക്കും എന്നുള്ളതെന്ന് പറയാമോ? പൂയം മുതൽ അതെ, പൂയം മുതൽ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ഇത്രയും നക്ഷത്രക്കാരുടേത് ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്ന വർഷമാണെന്നാണ് പറയേണ്ടത്. അവർക്ക് രാജകൃപ, രാജസമ്മാനങ്ങളൊക്കെ ലഭിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വിഷുഫലം വെച്ച് നോക്കുമ്പോഴേക്ക് അവർക്ക് അംഗീകാരങ്ങൾ ഉറപ്പായിട്ടും വന്ന് ചേരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളൊക്കെ വർദ്ധിച്ചു വരും. അവർക്ക് ഈ പറഞ്ഞ പോലെ അവാർഡുകൾ ലഭിക്കാം, ബഹുമാനങ്ങൾ ലഭിക്കാം. ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു മാനേജർ പദവി, അപ്പോൾ അതുവരെ നമ്മൾ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിരുന്നിടത്തു നിന്നും അവർക്കൊരു പെട്ടെന്ന് ഉള്ള ഒരു സ്ഥാന ലഭ്യത ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ പൊതുജനസമ്മതി ഉണ്ടാകും, പൊതുജനങ്ങൾ അംഗീകരിക്കും. ഇത്രയും കാലം ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ചു വരികയാണെങ്കിലും ജനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ഒരു വ്യക്തി നമ്മളല്ലാണ്ട് നമുക്ക് പുറത്തുള്ള ഒരു വ്യക്തി നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകൾ എത്രത്തോളം അവർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ്, അല്ലേ? നമ്മളുടെ കഴിവുകളാകട്ടെ, നമ്മളുടെ ഒരു ക്യാരക്ടർ ആവട്ടെ, നമ്മളെ കൊണ്ട് അവർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജനസമ്മതി എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പ് ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ജനസമ്മതി ലഭിക്കുവാൻ, ജനങ്ങൾ അംഗീകരിക്കുവാൻ, അങ്ങനെയൊക്കെയുള്ള വളരെ പ്രതീക്ഷയുള്ള ഒരു വർഷമാണ് ഇത്രയും നക്ഷത്രക്കാരുടേതായിട്ട് പറയേണ്ടത്. ഈ വർഷം വളരെ ഗുണപരമായിട്ടാണ് കാണുന്നത്. മറ്റു കാര്യങ്ങളുണ്ടാകും. ഇത് വിഷു സംക്രമ ഫലത്തെ മാത്രമാണ് ഇപ്പം നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാര് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള തലങ്ങളിലെ ഒരു പ്രഡിക്ഷൻസ് അവരുടെ ഉണ്ടാകാം, തീർച്ചയായും, അല്ലേ? ഇപ്പം ശനിയുടെ അല്ലെങ്കിൽ വേഴത്തിന്റെ അല്ലെങ്കിൽ അടുത്ത വർഷം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഭിന്നമായ രീതിയിലാണ് ഈ കാൽക്കുലേഷൻ കൊണ്ട് അതിന്റെ പ്രഡിക്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു വിഷുഫലമാണ് എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതെ 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 നമ്മൾ തന്നെ ഇതിന് മുന്നേ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ തന്നെ ടോക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കണ്ടകശനിയെ സംബന്ധിച്ച്, വ്യാഴത്തിൻ്റെ ഇഷ്ടാനിഷ്ട സ്ഥിതിയെ സംബന്ധിച്ച് ഒക്കെയുള്ള, രാഹുവിൻ്റെ സ്ഥിതിയെ കുറിച്ചിട്ടൊക്കെയുള്ള. അപ്പോൾ അതിനോട് ചേർത്ത് ഈ ഒരു ഫലത്തെ കൂടി ചേർത്ത് വെച്ചിട്ട് ഏതിനാണോ, അതായത് പോസിറ്റീവ് ഫലത്തിനാണ് കൂടുതൽ പവർ എങ്കിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കൂടുതൽ ഉണ്ടാകും. അല്ല, കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അതിനാണ് കൂടുതൽ, അതാണ് അധികമായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് എങ്കിൽ അവരൊന്നും കൂടി കുറച്ചധികം കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇവയെല്ലാം ഒരേ വ്യക്തി തന്നെ, ഇപ്പം നമ്മൾ പറയുന്നത്, ഒരാളോട് നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഓഫീസിലിരുന്ന് നമ്മൾ ചോദിക്കുന്ന സുഖമാണോ എന്നുള്ളത് അയാളുടെ വീട്ടിലെ അവസ്ഥയല്ല നമ്മൾ ചോദിക്കുന്നത്. ആ ഓഫീസിന്റെ അന്തരീക്ഷത്തിൽ അയാൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അയാൾക്ക് വേണ്ട ആ വ്യക്തിയുടെ ആ പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ളവർ നന്നായിട്ടാണോ നിങ്ങളോട് പെരുമാറുന്നത്, കൂടെയുള്ളവരെല്ലാവരും നിങ്ങളുടെ ജോലിയിൽ സഹകരിക്കുന്നുണ്ടോ, ഇതാണ് ഓരോ ഓഫീസിലിരുന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത്. അതേസമയം ഒരു വഴിയാത്രയുടെ ഇടയിലാണ് എങ്കിൽ മറ്റൊരു തരത്തിലാണ്, നിങ്ങളുടെ യാത്ര സുഖമാണോ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണോ, അതല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഭക്ഷണം കയ്യിലുണ്ടോ, ഇത്തരത്തിലുള്ളതാണ് യാത്രയുടെ സുഖവിവരം നമ്മൾ ചോദിക്കുന്നത്. ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും ഒക്കെ സുഖമാണോ, ഇത്തരത്തിലാണ്. അതായത് ഒരു വ്യക്തിയുടെ സുഖം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിനെ ആശ്രയിച്ചിട്ടല്ല നിൽക്കുന്നത്, ഒരുപാട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അതേപോലെ തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെയും എല്ലാ ശാസ്ത്രത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കാലിന് മാത്രമാണ് രോഗം, അതുകൊണ്ട് ഞാൻ രോഗിയല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് കയ്യിന് മാത്രമാണ് രോഗം, അതുകൊണ്ട് ഞാൻ രോഗിയല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ടോട്ടാലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ പല രീതിയിലുള്ള ചിന്തകളിൽ കൂടി അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ആയിട്ടുള്ള ഫലത്തെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വ്യക്തിക്ക് ഒരേ സന്ദർഭത്തിൽ പറയാനും സാധിക്കില്ല. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതൊക്കെ വളരെ മിനിമം ആയിട്ടുള്ള ഒരു ടൈമിനുള്ളിൽ ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ പറഞ്ഞ ഫലത്തെ എടുത്തു വച്ചിട്ട് ഏതിന് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഈ വർഷം എന്നുള്ളത് അവരവരൊന്നും കൂടി അനലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. തീർച്ചയായും നമ്മളെ, കാരണം ഓരോ വ്യക്തിയുടെയും ഫലത്തെ നമുക്കിവിടെ പറയാൻ പറ്റില്ല, ഒരു കോമൺ ഫലത്തെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ ജാതകം വളരെ വ്യത്യസ്തമാണ്. ഓരോ മിനിറ്റിൽ ജനിക്കുന്ന വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമാണ്. ഒരു കോമൺ ഫലത്തെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി പറയാൻ സാധിക്കുക. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഫലം അറിയണമെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ
ജാതകം കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഗ്രഹസ്ഥിതി നോക്കുക, ഓരോ ഗ്രഹങ്ങളുടെയും ബലം എവിടെയാണ്, അല്ലെങ്കിൽ ബലം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബലം കൂട്ടുക നോക്കുക. പൂർണ്ണമായിട്ട് ഒരു ജ്യോതിഷനോ ജ്യോതിഷിക്കോ പൂർണ്ണമായിട്ട് അവരെ സഹായിക്കാൻ കഴിയും. തീർച്ചയായും സാധിക്കും. അതെ. ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ജാതകം, മുഹൂർത്തം, പൊരുത്തം, അതിലുപരി നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണോ എന്ന് നിങ്ങൾക്കറിയുവാൻ നമ്മുടെ പാനലിലെ വിദഗ്ധന്മാരായ ജ്യോതിഷന്മാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ജനന സമയം, ജനന തീയതി, ജനന സ്ഥലം ഒരുപാട് പേർക്ക് അത് അറിയാം. പക്ഷേ ജനന സമയത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ദശയിൽ മാറ്റം വരാം, നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഒരു ജ്യോതിഷൻ എടുക്കുക. അപ്പോൾ ജ്യോതിഷൻ നമുക്ക് 100% തെറ്റു പറയാൻ പറ്റില്ല. ഈ ജ്യോതിഷൻ്റെ കഴിവാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? സാധാരണ രീതിയിൽ ഒരു ജാതകം, ഒരു ജ്യോതിഷൻ, ഒരു ദൈവജ്ഞൻ ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂറാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജ്യോതിഷന്മാരും നിരന്തരമായി പല രീതിയിലുള്ള സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% പ്രഡിക്ഷൻസ് കറക്റ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 100% അതിൻ്റെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും കറക്റ്റാണ്. ഈ കാൽക്കുലേഷൻസ് എടുത്തിട്ട് ജ്യോതിഷന്മാർ പൂർണ്ണമായും നിങ്ങളെ ഒരു വഴികാട്ടിയായി, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇരുട്ടത്തൊരു ടോർച്ചായിട്ടാണ് നമ്മുടെ കൂടെ ജ്യോതിഷന്മാരെന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ല ജ്യോതിഷന്മാരുള്ള കേരളത്തിൽ പൂർണ്ണമായും നമ്മുടെ ജാതകം അനലൈസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ അടുത്ത ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുമുള്ള ജ്യോതിഷന്മാർ നമ്മുടെ പാനലിലുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്ത് സേവനങ്ങൾക്കോ പൂജാപരമായ എന്ത് സേവനങ്ങൾക്കോ, അതിലുപരി വാസ്തു വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. വാസ്തു സംബന്ധമായ സേവനങ്ങൾക്കോ നമ്മുടെ പാനലിലെ ജ്യോതിഷന്മാരുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നന്ദി, നമസ്കാരം.